ദുരന്തമായി മാറുവാൻ കാത്തിരിക്കുകയാണോ അധികാരികൾ? MLAയും പഞ്ചായത്ത് പ്രസിഡന്റുമടക്കം ഇടപെട്ടിട്ടും അധികാരികൾക്ക് പുല്ലുവില. മംഗലം പുറത്തൂർ പഞ്ചായത്തുകളുടെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന ഏക ഗതാഗത മാർഗവുമാണ് കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഇത് അപകടാവസ്ഥയിലായിട്ട് മാസങ്ങളായി. പാലത്തിന്റെ കേടുപാടുകൾ തീർക്കുകയോ പുതുക്കി പണിയുകയോ വേണമെന്ന് നാട്ടുകാരുടെ ആവശ്യം മുഖം കൊടുക്കാതെ അധികാരികൾ മൗനം പാലിക്കുകയാണ്. പുറത്തൂർ പഞ്ചായത്തിലെ 1, 18, 19 എന്നീ 3 വാർഡുകളും മംഗലം പഞ്ചായത്തിലെ 1, 15, 16, 17, 18, 19, 20 എന്നീ 7 വാർഡുകളും പാലത്തിനപ്പുറത്താണ്. പറയുകയാണെങ്കിൽ വളരെ പ്രയാസകരമാണ് ഇപ്പോൾ. കാരണം ചെറിയൊരു തകരാറ് പാലത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് പരിശോധന നടത്തി അവർക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നിട്ടും ആ സംവിധാനത്തിലൂടെ തന്നെ ഈ പാലത്തിലൂടെ ഹെവി വാഹനങ്ങൾ അമിതമായ ലോഡ് കയറ്റി പോകുന്നൊരു സാഹചര്യം, അത് ഏത് രീതിയിൽ ദുരന്തം വരുത്തും എന്നുള്ളത് നമുക്ക് അത് സംഭവിക്കുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. അത്രത്തോളം എന്താ പറയുക, വളരെ പ്രയാസം നിറഞ്ഞ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പാലം നിൽക്കുന്നത്. പാലത്തിൻ്റെ അവിടെ നിന്ന് കണ്ട് 3ാമത്തെ 4ാമത്തെ കാലിൻ്റെ ബേസ്മെൻ്റ് അടക്കം പോയിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് അത് പരിശോധിച്ച് ആളുകൾക്ക് ബോധ്യപ്പെട്ടതുമാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കുറച്ചും കൂടി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ ബേസ്മെൻറ്റ് കൊടുത്ത സ്ലാബ് മേലേക്ക് പൊന്തി വരുന്നത്. അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാരണം, ഒന്ന്, ഒരു താൽക്കാലിക പണിക്ക് വേണ്ടിയിട്ട് ഒരു വണ്ട് ഈ സൈഡിലൂടെ ഇങ്ങനെ കെട്ടി 2 സൈഡിലൂടെയും കെട്ടിയതിൻ്റെ ഒരു ഭാഗമായിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു ചെറിയ സ്ഥലത്തു കൂടെ മാത്രം പാസ് ചെയ്ത് പോയി. അതിൻ്റെ ഭാഗമായിട്ട് മണ്ണും ചളിയും കുത്തിയൊലിച്ച് പോയിട്ട് ഉണ്ടായ ഒരു പ്രയാസമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രാദേശികമായിട്ടുള്ള മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം കഴിഞ്ഞ ബജറ്റിന് മുമ്പ് തിരുവനന്തപുരത്ത് പോയി തവനൂർ മണ്ഡലം MLA KT ജലീലിന്റെ സാന്നിധ്യത്തിൽ വകുപ്പ് മന്ത്രിയെ കണ്ട് പാലത്തിന്റെ ശോച്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. പാലത്തിന്റെ കൂട്ടായി ഭാഗത്ത് പുതുതായി നിർമ്മിച്ച തൂണുകളിൽ 3 അപകടാവസ്ഥയിലുള്ളത്. ഇത് കണക്കിലെടുത്ത് കലക്ടർ ഇടപെട്ട് വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അപ്രോച്ച് റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നെങ്കിലും 1 മാസം കഴിഞ്ഞതോടെ ഇതും കാണാതായി. അതോടുകൂടി ഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പാലത്തിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നാട്ടുകാരെന്നുള്ളവർക്ക് പരസ്പരം രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും എന്താ പറയുക ചേരി തിരിഞ്ഞ് പറയുന്നത് ഒഴിവാക്കിയിട്ട് ഈ പാലം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ രീതിയിലേക്ക് അതിൻ്റെ ശാസ്ത്രീയമായ പഠനം നടത്തി ഏത് രീതിയിൽ അത് നിർമ്മാണത്തിൽ ഏത് രീതിയിൽ പരിഹാരം കണ്ടെത്തണോ ആ രീതിയിലേക്ക് കണ്ടെത്തണം. ഞങ്ങൾക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തൊട്ടടുത്ത സമയത്ത് തന്നെ അപകടം സംഭവിക്കും. അതോടുകൂടിയിട്ട് ഈ 2 പ്രദേശവും തമ്മിൽ വേറിട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അത് മാറിക്കിട്ടണം. ഏതാണ്ട് 2 മാസം മുമ്പാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഭാഗത്തും ആ ഭാഗത്തുമായിട്ട് ആർച്ച് വെച്ചത്. 2 മീറ്ററിൻ്റെ മേലുള്ള വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആർച്ച് വെച്ചിട്ടുള്ളത്. പക്ഷേ പിന്നെ വലിയ വാഹനങ്ങൾ തന്നെ രാത്രി അറിയാതെ വന്ന് ഇടിച്ചിട്ട് 3-4 പ്രാവശ്യം ഇടിച്ച് പൊളിച്ച് പിന്നീട് ആ ആർച്ച് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അവിടെ ഒരു ബോർഡ് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥ കാരണം ഇവിടെ മറ്റൊരു തൂവൽ തീരം ആവർത്തിക്കപ്പെടും. അതിൻ്റെ പേരിൽ തന്നെ വേണ്ടപ്പെട്ട അധികൃതർ ഇതിന് വേണ്ട നടപടികളെടുത്ത് യാത്രായോഗ്യമാക്കി തരണം. ഇപ്പോൾ അർദ്ധരാത്രിയൊക്കെ ഹെവി ലോറി ട്രക്കൊക്കെയാണ് പോകുന്നത് ലോഡ് കയറ്റിയിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ അവിടുത്തെ 3-4 കൈവരികളൊക്കെ അപകടാവസ്ഥയിലാണ്. അപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിനൊക്കെ ഇവിടെയുള്ള സർവകക്ഷി പാർട്ടിക്കാരെല്ലാവരും പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ യാതൊരു തീരുമാനത്തിലേക്കും എത്തിയിട്ടില്ല. കൂടാതെ തന്നെ 3-4 കൊല്ലമായിട്ട് അപ്പുറമുള്ള അപ്രോച്ച് റോഡുകൾ അത് പൊളിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കൂടെ സഞ്ചരിച്ചാൽ കാണാൻ പറ്റും. അതുവരെ അവർ ചെയ്യണില്ല എന്നാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസ് ഇതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. പക്ഷെ അവരൊന്നും അത് മൈൻഡ് ചെയ്യണില്ല. ഇപ്പോൾ ഏത് വണ്ടിക്കും പോവാം, എങ്ങനെ പോവാം, യാതൊരു നിയന്ത്രണവും ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഈ ജനങ്ങൾ ഒരു പ്രക്ഷേപങ്ങളൊക്കെ നടത്തിയെങ്കിൽ അപ്പോൾ അതൊക്കെ കെട്ടടങ്ങി. ഇനിയിപ്പോൾ വരാൻ പോണത് മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ഈ പാലത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഏറ്റവും ആഴം കൂടിയതും അപകടം നിറഞ്ഞതുമായ ഭാഗവുമാണ് പുഴയുടെ ഈ പ്രദേശം. തികച്ചും അശാസ്ത്രീയമായാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ബ്രിഡ്ജിന്റെ ഇരുഭാഗത്തുമുള്ള തീരങ്ങൾ കെട്ടി സംരക്ഷിക്കാത്തതും എടുത്തു പറയേണ്ട അപാകതയാണ്. എന്തുതന്നെയായാലും മറ്റൊരു വലിയ അപകടം പതിയിരിക്കുന്ന ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപകടാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചിട്ടില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കാണ് നാട്ടുകാരടക്കം ഇറങ്ങുവാൻ പോകുന്നത്. ന്യൂസ് 99 തിരൂർ.